കാട്ടാനയാക്രമണത്തിൽ മരിച്ച പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിര ജോലി നൽകാൻ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനം. കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും തീരുമാനമായി. പോളിനെ കൊലപ്പെടുത്തിയ ആനയെ ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനും തീരുമാനമായി. ഇതിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. സിജു കണ്ണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സിജു, വളരെ പ്രകോപനപരമല്ലാത്ത രീതിയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. LDF UDF ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിലേക്ക് എത്തിക്കുന്നതും ഒരു പൊതുദർശനം എന്നുള്ള നിലയ്ക്ക് പൊതുദർശനത്തിന് ആളുകൾക്ക് സൗകര്യമൊരുക്കി തന്നെയായിരുന്നു ഈ പ്രതിഷേധവും ഒപ്പം LDF UDF ഹർത്താലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച വിളിക്കുന്നു. ഈ ചർച്ചയുടെ കാര്യങ്ങൾ കൃത്യമായി പ്രതിഷേധക്കാർ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചയുടെ തീരുമാനങ്ങൾ ജനങ്ങളോട് പറയുമ്പോഴാണ് പൊടുന്നനെ അതിവൈകാരികമായ രീതിയിലേക്ക് ഒരു പ്രതിഷേധം ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത് എന്നാണ് മനസ്സിലായത്. പ്രതിഷേധക്കാർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും തന്നെ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായതുമാണ്. പിന്നെ എന്താണ് പെട്ടെന്നൊരു അതിവൈകാരിക പ്രകടനത്തിലേക്ക് നാട്ടുകാർ ചില വിഭാഗങ്ങളെങ്കിലും നീങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്? സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ MLA-മാരുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും എല്ലാം ഒരു യോഗം പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്തത്. ഇന്ന് രാവിലെ 9:30 പോളിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. വളരെ സമാധാനപരമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിൽ എത്തിക്കുക, പിന്നീട് ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു തരത്തിലായിരുന്നു എല്ലാവരും നിർദ്ദേശം. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കരുതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. LDF UDF ഹർത്താലാണ് ഇന്ന് വയനാട്. അത്തരത്തിലുള്ള പ്രകോപനമൊന്നും ഉണ്ടാക്കരുത് എന്ന തരത്തിൽ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചർച്ചകളും എല്ലാം തന്നെ മുന്നോട്ട് പോയത്. എന്നാൽ അതിനിടെ ഒരു വിഭാഗം ആളുകൾ വനം വകുപ്പിന്റെ വാഹനം ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുൽപ്പള്ളി പോലീസിന്റെ വാഹനം തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പശുവിന്റെ വനം വകുപ്പിന്റെ വാഹനത്തിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ കെട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് വനം വകുപ്പ് ജീവനക്കാർക്ക് വാഹനത്തിൽ നിന്ന് പോകാൻ കഴിയാത്ത തരത്തിൽ തടഞ്ഞു വെക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായത്. എന്നാൽ ഇതിനിടെ ചർച്ച പൂർത്തിയാക്കിക്കൊണ്ട് MLA-മാർ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി. പിന്നീട് മൈക്ക് വഴി ആളുകളുമായി ഈ ചർച്ചയിലുണ്ടായ തീരുമാനങ്ങൾ അറിയിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ആ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനിച്ചത്. അതിൽ 11 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കൈമാറുമെന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി വനവകുപ്പിൽ നൽകാൻ തീരുമാനിച്ചു. പോളിന്റെ മകളുടെ ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും ഏറ്റെടുക്കുന്നു എന്ന് അറിയിച്ചു. അതോടൊപ്പം തന്നെ ആക്രമണം നടത്തിയ ആനയെ ആവശ്യമാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടികൂടുന്ന കാര്യവും പരിഗണനയിലുണ്ട് എന്ന കാര്യം കൂടി MLA-മാർ അറിയിച്ചു. IC ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിച്ചു. എന്നാൽ ഈ തീരുമാനം അംഗീകരിക്കാതെ പിന്നെയും ഒരു വിഭാഗം ആളുകളുടെ MLA-മാർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു. കുപ്പിയും അതോടൊപ്പം തന്നെ കുപ്പിവെള്ളവും കസേരയും എല്ലാം തന്നെ ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞ് പിന്നീട് ഇവരെ കുറച്ചുനേരം തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. മൃതദേഹം ഇവിടെ നിന്നും മാറ്റാനും അനുവദിച്ചിട്ടില്ല. ആംബുലൻസിൽ ഇപ്പോഴും മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ MLA-മാരെ തടഞ്ഞു വെച്ച സാഹചര്യത്തിൽ പോലീസിന് ആളുകളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ലാത്തി വീശി ഓടിക്കേണ്ടി വന്നു. പിന്നീട് ആളുകളെ ലാത്തി വീശി ഓടിച്ചതിന് ശേഷവും ഇപ്പോഴും ആളുകൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് റോഡിൽ മുഴുവൻ വലിയ ജനക്കൂട്ടമാണ് ഉള്ളത്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളി ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്. പോലീസ് ഇവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാർ ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹമാണ്. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ 7 മണിക്ക് വിട്ടു നൽകിയ മൃതദേഹമാണ്. ഇവിടെ ഏറെ നേരം സൂക്ഷിക്കുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഒരു വിഭാഗം ആളുകൾ അക്രമാസക്തരാവുകയായിരുന്നു. ഈ സംഘർഷാവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ഇപ്പോഴും ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിജു, തീർച്ചയായും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഒരു മൃതദേഹമാണ്. ആ മൃതദേഹത്തോടുള്ള ഒരു അനാദരവ് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഒരുപാട് നേരം സൂക്ഷിക്കാനാവില്ല ഒരു മൃതദേഹം എന്നുള്ള കാര്യം നിലനിൽക്കെ തന്നെ മനഃപൂർവ്വമായി ആസൂത്രിതമായി ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വിഭാഗം ആളുകൾ MLA-മാർക്കെതിരെ നടത്തിയ പ്രതിഷേധമായി ഇതിനെ കാണേണ്ടതില്ലേ? ദിശ, തീർച്ചയായും ഇന്ന് പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വെച്ചത്, ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് പോളിന്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുക, അതോടൊപ്പം തന്നെ മകളുടെ 10ാം തരത്തിൽ പഠിക്കുന്ന മകളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുക,
നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം ഈ പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ആ ആവശ്യങ്ങളാണ് അത് അംഗീകരിച്ചതായി അറിയിച്ചുകൊണ്ട് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ അംഗീകരിച്ചതായി അറിയിച്ചത് കൊണ്ട് MLA മാർ ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിയത്. പക്ഷേ ആ തീരുമാനം പിന്നീട് അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ഇടപെടുകയായിരുന്നു. അത് ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. MLA മാർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ MLA മാരെ അല്പനേരം തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവർക്ക് നേരെ കസേര വലിച്ചെറിഞ്ഞു, അതോടൊപ്പം തന്നെ കുപ്പിവെള്ളം വലിച്ചെറിഞ്ഞു, ഒരു പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. വെള്ളം ഒഴിച്ചും പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. ഇവർക്ക് നീങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോഴാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് ഇന്ന് രാവിലെ മുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും സംയമനത്തോടു കൂടിയാണ് ഇടപെട്ടത്. ആളുകളോട് സംഘർഷമുണ്ടാക്കാതെ പിരിഞ്ഞു പോകാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ MLA മാരെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു നീക്കം നടന്നപ്പോൾ അവരെ തടഞ്ഞു വെച്ചപ്പോഴാണ് പോലീസ് ഇവിടെ നിന്ന് ആളുകളെ ലാത്തി വീശി ഓടിക്കേണ്ടി വന്നത്.